ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 35ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് 400ാമത്തെ നാമം മുതലാണ് നമുക്ക് പഠിക്കേണ്ടത്. നാമം 400 വ്യാപിനി. ഓം വ്യാപിന്യൈ നമഃ. വ്യാപിനി എന്നാൽ വ്യാപിച്ചിരിക്കുന്നവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും കാരണഭൂതമായ പരബ്രഹ്മവും സൃഷ്ടിക്ക് പ്രേരണ നൽകുന്ന മായാശക്തിയും അത് കാരണമുണ്ടാകുന്ന കാര്യകാരണ സൃഷ്ടികളും ദേവി തന്നെയാകയാൽ ദേവി എല്ലാ അണുക്കളിൽ വരെയും വ്യാപിച്ചിരിക്കുന്നു. വ്യാപിക്കുക എന്ന പദത്തിന് പരിണമിക്കുക, ആക്രമിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. ദേവി സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നു. സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ജീവികൾക്കുള്ളിലെ ജീവശക്തിയും പഞ്ചഭൂതങ്ങളും ഈ പ്രപഞ്ചത്തെ തന്നെ ചലിപ്പിക്കുന്ന ചൈതന്യവുമായി ദേവി എന്നും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ദേവി സർവവ്യാപിയാണ്. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 136ാമത്തെ നാമം സർവഗത എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും പ്രാപിച്ചിരിക്കുന്നവൾ. സർവാന്തര്യാമിനി. ചരവും അചരവും ചേതനയുള്ളതും ജഡവുമായി പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ദേവി ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാണ്. വസ്തുക്കളെ വേർതിരിക്കുന്ന രൂപരസഗന്ധാദികളായ ഗുണങ്ങളും ദേവി സ്വരൂപമാണ്. വേദങ്ങൾ, യജ്ഞങ്ങൾ, സ്വർഗം, സ്ഥാവരജംഗമ രൂപമായ സർവ്വതും, അന്നം, പാനം എന്നിവയും വിവിധ ശരീരങ്ങളും നാമങ്ങളും സ്വീകരിച്ച് ഭൂമിയിലും വൃക്ഷങ്ങളിലും വായുവിലും വ്യോമത്തിലും ജലത്തിലും അഗ്നിയിലും വ്യാപിച്ചിരിക്കുന്നത് ദേവി തന്നെയാണെന്ന് ദേവീപുരാണം പറയുന്നു. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 235ാമത്തെ നാമം നോക്കാം. സർവപ്രപഞ്ച നിർമ്മാതൃ എന്നാണ്. പചിവ്യക്തീകരണേ എന്ന നിർവചനപ്രകാരം വ്യക്തമായി തീരുന്നത് പ്രപഞ്ചം. പ്രപഞ്ചദ്യേ വിസ്താര്യതേ വിവർത്തതേ ഇതി പ്രപഞ്ച എന്ന് ശങ്കരഭാഷ്യം. ഉണ്ടാകുകയും വ്യക്തമായ രൂപാധിഭാവങ്ങൾ സ്വീകരിക്കുകയും വിസ്തൃതമായി തീരുകയും ചെയ്യുന്ന ഗ്രഹാദിഗോളങ്ങൾ ഉൾപ്പെട്ട ബ്രഹ്മാണ്ഡകോടികളെ പ്രപഞ്ചം എന്നു പറയുന്നു. സർവപ്രപഞ്ചങ്ങളെയും നിർമ്മിച്ച് നിലനിർത്തി സംഹരിക്കുകയും ചെയ്യുന്നത് ദേവിയുടെ ലീലയാണ്. ദേവി ഓരോ അണുക്കളിലും തുടങ്ങി പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് വ്യാപിനി എന്ന നാമമുണ്ടായി. ഈ നാമത്തോടുകൂടി അഗ്നിയുമായി ബന്ധപ്പെട്ട 5 കലകളിൽ ജ്വാലിനി എന്ന് അറിയപ്പെടുന്ന കലയുടെ ആവിഷ്കാരം പൂർത്തിയാകുന്നു എന്നും സൗഭാഗ്യഭാസ്കര ഭാഷ്യം. ദേവി മഹാത്മ്യം 11ാധ്യായം നാരായണീ സ്തുതി 5ാം ശ്ലോകത്തിൽ ത്വയൈകയാ പൂരിതം അംബയൈതത് കാതേ സ്തുതി സ്തവ്യപരാ പരോക്തി എന്നുണ്ട്. ലോകത്തിന് ആകെ ഒരു അമ്മയേ ഉള്ളൂ. നിന്തിരുവടിയാകുന്ന ഏക മാതാവിനാൽ പൂരിതമാണ്, നിറയപ്പെട്ടിരിക്കുന്നതാണ്, വ്യാപിച്ചിരിക്കുന്നതാണ് ഈ ലോകം. അങ്ങനെയുള്ള നിന്തിരുവടിയെ സ്തുതിക്കാൻ പര്യാപ്തമായ ഉത്കൃഷ്ടമായ വാക്കേതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാമം 401 വിവിധാകാര. ഓം വിവിധാകാരായൈ നമഃ. വിവിധ അധികം ആകാര.
വിവിധങ്ങളായ ആകാരങ്ങളോട് കൂടിയവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ആകാരമെന്നാൽ രൂപം. പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളുടെയും രൂപം പൂണ്ടവളാണ് ദേവി. ദേവി മാഹാത്മ്യത്തിലെ ഏകാദശോധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം നോക്കാം. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോധികാന്യാ. അംബികെ ദേവി നിന്തിരുവടി ഇപ്പോൾ സ്വശരീരത്തെ ബ്രഹ്മാദികളായ അനേകം രൂപങ്ങളാക്കിയിട്ട് ധർമ്മദ്വേഷികളായ മഹാസുരന്മാരെ നശിപ്പിച്ചുവല്ലോ. ഇത് ചെയ്യാൻ മറ്റാരാണുള്ളത്? ദേവി വിവിധ ദേവന്മാരുടെ ശക്തികളായി രൂപം പൂണ്ട് നിശുംഭാദികളെ വധിച്ചതും ശുംഭനെ ബോധ്യപ്പെടുത്താനായി ആ രൂപങ്ങളെ സ്വശരീരത്തിൽ ലയിപ്പിച്ചതും ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഇത് ചെയ്യാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. കാരണം ദേവി വിവിധ രൂപം ധരിക്കുന്നവളാണ്. ഇനി നാമം 402 വിദ്യാവിദ്യാസ്വരൂപിണീ. ഓം വിദ്യാവിദ്യാസ്വരൂപിണ്യൈ നമഃ. വിദ്യ അധികം അവിദ്യ അധികം സ്വരൂപിണി എന്ന് പദം പിരിക്കാം. വിദ്യയുടെയും അവിദ്യയുടെയും സ്വരൂപത്തിലുള്ളവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. വിദ്യ എന്നാൽ സ്വാത്മജ്ഞാനം, അവിദ്യ എന്നത് അജ്ഞാനം അല്ലെങ്കിൽ ചരമവൃത്തിജ്ഞാനം അഥവാ ഭേദഭ്രാന്തി രൂപജ്ഞാനം. വിദ്യാഞ്ച വിദ്യാഞ്ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ മൃത അശ്നുതേ എന്ന് ശ്രുതിവചനം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യ കൊണ്ട് അമൃതത്തെ അനുഭവിക്കുന്നു. മൃത്യുവിനെ നീക്കി അമൃതത്തെ നൽകുന്നവളാണ് ദേവി. ആത്മാവാണ് താനെന്ന അറിവ് വിദ്യയും ശരീരമാണ് താനെന്ന ബോധം അവിദ്യയും. ഈ രണ്ടു ബോധത്തിലും ഉള്ളവരെ ദുഃഖിപ്പിക്കുന്നതും മോക്ഷം തരുന്നതും ദേവി തന്നെയാണ്. ജ്ഞാനകാണ്ഡമായ പരാവിദ്യയും കർമ്മകാണ്ഡമായ അപരാവിദ്യയും ആയുള്ളവളാണ് ദേവി. വിദ്യയും അവിദ്യയും മായയുടെ രണ്ട് രൂപങ്ങളാണ്. ഈശ്വരനിലേക്ക് നയിക്കുന്നത് വിദ്യ, ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് അവിദ്യ. ദേവി ഭാഗവതത്തിൽ ബ്രഹ്മൈവ സാധ്യ ദുഷ്പ്രാപ വിദ്യാവിദ്യാ സ്വരൂപിണി എന്ന് പറയുന്നു. വിദ്യയും അവിദ്യയും ദേവിയുടെ രണ്ട് സ്വരൂപങ്ങളായി വർണ്ണിക്കുകയാണ് ഇവിടെ. ദേവി ഭാഗവതത്തിൽ തന്നെ മറ്റൊരിടത്ത് വിദ്യാവിദ്യേതി ദേവ്യ ദ്വേ രൂപേ ജാനീഹി പാർത്ഥിവ ഏകയാമുച്യതേ ജന്തുരന്യയാ ബധ്യതേ പുനഃ എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: വിദ്യയും അവിദ്യയും ദേവിയുടെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന് മനുഷ്യരെ മുക്തരാക്കുന്നു, മറ്റത് അവരെ ബന്ധിക്കുന്നു. ശുദ്ധവിദ്യയായ ജ്ഞാനവും മായാരൂപമായ അവിദ്യയും ദേവിയുടെ രണ്ട് സ്വരൂപങ്ങളാണ്. ഇനി നാമം 403 മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. ഓം മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദ്യൈ നമഃ. മഹാകാമേശ അധികം നയന അധികം കുമുദ അധികം ആഹ്ലാദ അധികം കൗമുദി എന്ന് പദം പിരിക്കാം. മഹാദേവൻ്റെ കണ്ണുകളാകുന്ന ആമ്പൽ പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം: മഹാദേവൻ്റെ കണ്ണുകളാകുന്ന ആമ്പൽ പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നിലാവ് തട്ടുമ്പോൾ ആമ്പൽ പൂക്കൾ ആഹ്ലാദം കൊണ്ട് വിരിയുമെന്ന് പ്രസിദ്ധമായ കവിസങ്കേതം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൗമുദി എന്ന പദത്തിന്
ചന്ദ്രിക അഥവാ നിലാവ് എന്നും കാർത്തിക മാസത്തിലെ പൗർണമി എന്നും അർത്ഥമുണ്ട്. മഹാദേവൻ്റെ കണ്ണുകളെ ആമ്പൽ പൂക്കളായും ദേവിയെ കൗമുദിയായും വർണ്ണിച്ചിരിക്കുന്നു. നിലാവില്ലെങ്കിൽ ആമ്പൽ പൂ വിരികയില്ല എന്നും ദേവിയായ നിലാവ് തട്ടാതെ മഹാദേവൻ ആഹ്ലാദിക്കയില്ലെന്നുമാണ് വ്യംഗ്യാർത്ഥം. ഇതിൻ്റെ കാരണം ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശക്തിയോട്, അതായത് ദേവിയോട് ചേർന്നു എങ്കിൽ മാത്രമേ ശിവൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശക്തനായി തീരുന്നുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ മഹാദേവൻ സ്പന്ദിക്കാൻ പോലും കഴിവില്ലാത്തവനാകുന്നു. ദേവീ ദർശനം തന്നെ മഹാദേവൻ്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നു. അവ പൂർണ്ണചന്ദ്രനെ കണ്ട ആമ്പൽ പൂക്കളെ പോലെ സന്തോഷത്താൽ വികസിക്കുന്നു. ചുരുക്കത്തിൽ ശ്രീപരമേശ്വരൻ്റെ ആമ്പൽപ്പൂ പോലെയുള്ള കണ്ണുകളെ ആഹ്ലാദത്തോടെ വികസിപ്പിക്കുന്ന കാർത്തികമാസ നിലാവ് പോലെയുള്ളവൾ എന്ന് വ്യാഖ്യാനം. ദേവി പൂർണ്ണചന്ദ്രവദനയാണെന്നും പതിയുടെ പ്രേമസർവസ്വമാണെന്നും ഭാവാർത്ഥം. നാമം 404. ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതീഹി. ഓം ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തത്യൈ നമഃ. ഭക്തഹാർദ അധികം തമോഭേദ അധികം ഭാനുമത് അധികം ഭാനുസന്തതീഹി എന്ന് പദം പിരിക്കാം. ഭക്തഹാർദ എന്നാൽ ഭക്തന്മാരുടെ ഹൃദയത്തിലെ എന്നാണ് അർത്ഥം. തമോഭേദ എന്നാൽ തമസിനെ, അതായത് ഇരുട്ടിനെ, അതായത് അജ്ഞാനത്തെ ഭേദിപ്പിക്കുന്ന അഥവാ നശിപ്പിക്കുന്ന എന്നാണ് അർത്ഥം. ഭാനുമത് എന്നാൽ പ്രഭയോടു കൂടിയ അഥവാ രശ്മിയുള്ളവൻ, അതായത് സൂര്യൻ. ഭാനുസന്തതി എന്നാൽ സൂര്യൻ്റെ രശ്മി സമൂഹം, രശ്മിയുടെ കൂട്ടത്തോടു കൂടിയവൾ. ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന സൂര്യകിരണം പോലെ ഭക്തരുടെ മനസ്സിനെ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനമാകുന്ന രശ്മികളുടെ കൂട്ടത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖകാരണം അജ്ഞാനമാണ്. തമോരൂപമായ അജ്ഞാനം. അജ്ഞാനം ഇരുട്ടാണ്. ഭക്തന്മാരുടെ മനസ്സിൽ അജ്ഞാനമാകുന്ന ഇരുട്ട് കുടികൊള്ളുന്നിടത്തോളം അവർ ഭക്തരാണെങ്കിലും ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും നീക്കം ചെയ്യുന്നവളാണ് ദേവി. ജ്ഞാനരൂപമായ പ്രകാശം ഹൃദയത്തിലെത്തിച്ച് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. ഭക്തരുടെ ഹൃദയത്തിലെ അന്ധകാരം അകറ്റുന്ന സൂര്യകിരണങ്ങൾ ആയവൾ ഇതാണ് ദേവി. ഈ നാമത്തിൽ ഭാനുമത് ഭാനുസന്തതി എന്ന് പറയുമ്പോൾ ജ്ഞാനസൂര്യൻ്റെ രശ്മികൾ എത്തുന്നിടത്ത് ഇരുട്ട് പൂർണ്ണമായി നശിക്കുന്നു എന്നർത്ഥം. ദേവീ ഭക്തൻ്റെ ഹൃദയത്തിലെ അജ്ഞാനം ദേവീസ്മരണയാൽ നശിക്കുന്നു. ഇതേ ആശയം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ വിഭൂതിയോഗം എന്ന 10-ാം അധ്യായത്തിൽ ഭഗവാൻ 10, 11 എന്നീ ശ്ലോകങ്ങളിൽ പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. പ്രീതിയോടെ എന്നെ ഭജിക്കുന്ന ഭക്തർക്ക് ഞാൻ അവരുടെ സ്വരൂപത്തെ അറിയുക എന്ന ജ്ഞാനയോഗം നൽകും. അവർക്കെന്നെ പ്രാപിക്കാൻ കഴിയും. അവരെ അനുകമ്പപൂർവം അനുഗ്രഹിക്കുന്നതിനായി ഞാൻ അവരുടെ അന്ധഃകരണത്തിൽ പ്രകാശിച്ച് ജ്ഞാനമാകുന്ന ദീപത്താൽ അജ്ഞാനമാകുന്ന ആവരണത്തെ നീക്കുമ്പോൾ മാത്രമേ എന്നെ അറിയാൻ
കഴിയുകയുള്ളൂ. അവരുടെ, അതായത് ഭക്തൻ്റെ നിരന്തരമായ ഭാവന നിമിത്തം ശുദ്ധമായ ബുദ്ധിവൃത്തിയിൽ പ്രകാശിച്ച ഞാൻ എൻ്റെ സ്വപ്രകാശജ്ഞാനസ്വരൂപത്താൽ സൂര്യൻ അന്ധകാരത്തെ എന്ന പോലെ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്നെ സാക്ഷാത്തായി അറിയുന്നു. ഭഗവത്ഗീതയിലെ ഈ വചനങ്ങൾ തന്നെയാണ് 404 നാമത്തിൻ്റെ അർത്ഥവും. ഇനി നാമം 405 ശിവദൂതി. ഓം ശിവദൂത്യൈ നമഃ. ശിവ അധികം ദൂതി. ശിവനെ ദൂതനായി നിയോഗിച്ചവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മാർക്കണ്ഡേയ പുരാണത്തിൽ ഉൾപ്പെട്ട ദേവീ മഹാത്മ്യത്തിൽ വിവരിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. സുംഭനിസുംഭന്മാർ എന്ന അസുരന്മാരുമായി ദേവി യുദ്ധം ചെയ്യുമ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്നുണ്ടായ ചണ്ഡികാ ശക്തി ശിവനെ ദൂതനായി സുംഭനിസുംഭന്മാരുടെ അടുക്കൽ അയച്ചു. ദേവീ മഹാത്മ്യത്തിലെ 23 ശ്ലോകം സാ ചാഹ ധ്രൂമ്രജടിലം ഈശാനം അപരാജിത ദൂതസ്ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭനിശുംഭയോഃ. സാ ചാഹ ധൂമ്രജടിലം ഈശാനം അപരാജിത ദൂതസ്ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭനിശുംഭയോഃ. ആരാലും തോൽപ്പിക്കപ്പെടാനാകാത്ത ആ ചണ്ഡികാ ശക്തി ധൂമ്രജടിലനായ, അതായത് ധൂമ്രവർണ്ണമായ ജടയുള്ളവനായ ഈശാനനോട് ഭഗവൻ അവിടുന്ന് ദൂതനായി ശുംഭനിശുംഭന്മാരുടെ അടുക്കലേക്ക് പോയാലും എന്നരുളി ചെയ്തു. ദൂതവാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളുക. ഇന്ദ്രന് ത്രൈലോക്യാധിപത്യം ലഭിക്കട്ടെ. ദേവന്മാർ ഹവിർഭുക്കുകളായി തീരട്ടെ. നിങ്ങൾ ബലമുള്ളവരാണെന്ന അഹങ്കാരത്താൽ യുദ്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ വന്നുകൊള്ളുക. എൻ്റെ കുറുക്കന്മാർ നിങ്ങളുടെ മാംസം കൊണ്ട് തൃപ്തിയടയട്ടെ. 25-26 ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ശ്ലോകം 27 പറയുന്നു: യതോ നിയുക്തോ ദൂതസ്ത്വേ തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിം തത സാഖ്യാതിമാഗത. ഇതിൻ്റെ അർത്ഥം പറയാം. ഏതൊരു കാരണത്താൽ ആ ദേവിയാൽ ശിവൻ താനെ തന്നെ ദൂതഭാവത്തിൽ നിയോഗിക്കപ്പെട്ടുവോ അക്കാരണത്താൽ ആ ചണ്ഡികാദേവി ഈ ലോകത്തിൽ ശിവദൂതി എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നു. സകല ചരാചര ഗുരുവായ ശ്രീ മഹാദേവൻ സ്വയം ദൂതഭാവം സ്വീകരിച്ചു. അതിന് കാരണക്കാരിയാകയാൽ ദേവിക്ക് ശിവദൂതി എന്നു പ്രസിദ്ധമായ പേരുണ്ടായി. പുഷ്കരാഖ്യ തീർത്ഥവാസിനിയായ ഒരു ദേവീമൂർത്തിക്ക് ശിവദൂതി എന്നു പേരുണ്ട്. ഇത് പത്മപുരാണത്തിലുണ്ട്. ഇനി നാമം 406 ശിവാരാധ്യ. ഓം ശിവാരാധ്യായൈ നമഃ. ശിവ അധികം ആരാധ്യ. ശിവനാൽ ആരാധിക്കപ്പെടുന്നവളെന്നും ശിവനാൽ ആരാധിക്കപ്പെടുവാൻ യോഗ്യയായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവിയെ ത്രിമൂർത്തികളും ആരാധിക്കുന്നു. ശിവോപിയാം സമാരാധ്യ ധ്യാനയോഗബലേന ച ഈശ്വര സർവസിദ്ധീനാം അർദ്ധനാരീശ്വരോ ഭവത് എന്ന് ബ്രഹ്മാണ്ഡപുരാണത്തിൽ പറയുന്നു. ശിവൻ ദേവിയെ ധ്യാനയോഗം കൊണ്ട് ആരാധിച്ചാണ് സർവസിദ്ധികൾക്കും ഈശ്വരനായി ഭവിച്ചതെന്നും ദേവിയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചിട്ടാണ് ശിവഭഗവാൻ അർദ്ധനാരീശ്വരത്വം നേടിയതെന്നും ബ്രഹ്മാണ്ഡപുരാണത്തിൽ പറയുന്നു. ലളിത ത്രിശതി സ്തോത്രത്തിലെ 105 നാമം ഹരാരാധ്യ എന്നാണ്. ഹരനാൽ ആരാധിക്കപ്പെടുന്നവൾ. ബ്രഹ്മാവും വിഷ്ണുവും ഹരനും ദേവിയെ ആരാധിച്ച് ശക്തി നേടിയതായി പുരാണങ്ങൾ പറയുന്നു. നാം നേരത്തെ പലതവണ പഠിച്ചിട്ടുള്ളതാണ്. സൗന്ദര്യലഹരിയിലെ 1 ശ്ലോകം: അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരവി
പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി എന്ന ശ്ലോകം. ഇവിടെ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ദേവിയെ ആരാധിക്കുന്നതായി പറയുന്നു. ശിവനെ നിലനിർത്തുന്ന ശക്തിയുടെ അപാരതയാണ് ഈ ശ്ലോകത്തിൽ സമർത്ഥിക്കുന്നത്. നാമം 407 ശിവമൂർത്തീഹി. ഓം ശിവമൂർത്തൈ നമഃ. ശിവ അധികം മൂർത്തീഹി, ശിവസ്വരൂപിണിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിവൻ ദേവീ സ്വരൂപം തന്നെയാണെന്ന അർത്ഥമെടുക്കുമ്പോൾ ശിവൻ തന്നെ മൂർത്തിയായവൾ എന്നാണ് നാമത്തിന് അർത്ഥം നൽകി കാണുന്നത്. ഏകോരു രുദ്ര സർവഭൂതേഷു ഗൂഢോ മായാ രുദ്രസകളോ നിഷ്കളശ്ച സ ഏവ ദേവീ ന ച തദ്വിഭിന്ന ഹേതദ് ജ്ഞാത്വൈ വാ മൃതത്വം വ്രജന്തി എന്ന പ്രമാണം. അർത്ഥമിതാണ്: ദേവി ശിവൻ തന്നെയാണ്, തദ്ഭിന്നയല്ല എന്നറിഞ്ഞാൽ അമൃതത്വത്തെ പ്രാപിക്കുന്നു. ശിവശക്തിയോരഭേദ എന്ന് ശ്രുതിവാക്യം. അതായത് ശിവനും ശക്തിയും തമ്മിൽ ഭേദമില്ല. ശിവ എന്നാൽ മംഗളമയിയായി ഇരിക്കുന്ന മൂർത്തിയോടു കൂടിയവൾ. ദേവി മാഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിലെ 9-ാമത്തെ ശ്ലോകം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മംഗളരൂപിണി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിവം എന്ന പദത്തിന് മോക്ഷമെന്നും അർത്ഥമുണ്ട്. മോക്ഷം ദേവീ സായുജ്യമാകയാൽ ദേവിയെ ശിവമൂർത്തി എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നു എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. സൗരസംഹിത 14-ാം അധ്യായത്തിൽ ആത്മജ്ഞാനത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചുമുള്ള ബന്ധം വിവരിക്കുന്നു. തസ്മാദാത്മസ്വരൂപൈവ പരാമുക്തിരവിദ്യയാ പ്രതിബദ്ധ വിശുദ്ധസ്യ വിദ്യയാ യജ്യതേ നഖ. പരമമായ മുക്തി എന്നാൽ ആത്മജ്ഞാനമാണ്. അവിദ്യയാൽ ബന്ധിതരായവരെ വിദ്യ സ്വതന്ത്രരാക്കുന്നു. നാമം 408 ശിവശങ്കരി ശിവങ്കരി. നാമം 408 ശിവങ്കരി. ഓം ശിവങ്കരിയൈ നമഃ. ശിവം അധികം കരി എന്ന് പദം പിരിക്കാം. ശിവം എന്നാൽ മംഗളം. അപ്പോൾ സർവമംഗളങ്ങളും നൽകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഭക്തന്മാരുടെ അവിദ്യയാകുന്ന പാശം, അതായത് ബന്ധനം, അകറ്റി അവരെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിച്ച് പരമസൗഖ്യവും മോക്ഷവും ദേവി നൽകുന്നു. ഉപാസകനെ ശിവനാക്കി, അതായത് ജ്ഞാനമൂർത്തിയായ ശിവനാക്കി തന്നെ മാറ്റുമെന്നും വ്യാഖ്യാനം കാണുന്നു. മുമുക്ഷുക്കൾക്ക്, അതായത് മോക്ഷം തേടുന്ന ആളുകൾക്ക് മുക്തിരൂപമായും വിഷയികൾക്ക് ലൗകിക സുഖദായിനിയായും ദേവി വിലസുന്നുവെന്നും വ്യാഖ്യാനം. താപത്രയങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിച്ച് മംഗളം ദാനം ചെയ്യുന്നവളെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു. വശിനി ദേവതമാർ ദേവിയെ അജ്ഞാനധ്വാന്ത ദീപിക എന്നാണ് 993-ാം നാമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത വിഭൂതി യോഗമെന്ന അധ്യായം 10-ലെ ശ്ലോകം 11 നോക്കാം. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത. ഇതിൻ്റെ അർത്ഥമിതാണ്: എല്ലാവരിലും ബ്രഹ്മസ്വരൂപനായ ഞാൻ വസിക്കുന്നുണ്ടെങ്കിലും അജ്ഞാനികൾക്ക് എന്നെ നന്നായി അറിയുവാൻ കഴിയുന്നില്ല. അവരോടുള്ള അനുകമ്പ കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ജ്വലിക്കുന്ന ജ്ഞാനദീപത്താൽ അവരുടെ അജ്ഞാനജന്യമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു.
408 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം പഠിച്ചു. ഇനി 409 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത ക്ലാസ്സിൽ, അതായത് 29-ാം തീയതി വെള്ളിയാഴ്ച പറയാം. ഇത് കേൾക്കുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.